ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ തന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഓരോ സമയത്തും ഗൂഗിൾ പേ, ഫോൺ പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. എന്നാൽ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പല ആളുകൾക്കും ഇത് അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്ട് കട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കാദ്യം ഗൂഗിൾ പേയുടെ ഷോർട്ട് കട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ പേയിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യാം. ഇപ്പോൾ 4 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതിൽ ഏറ്റവും മുകളിലുള്ള സ്കാൻ എനി QR കോഡ് എന്ന ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഒരു സ്കാനർ, ഗൂഗിൾ പേയുടെ തന്നെ ഒരു സ്കാനർ നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടാകും. ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്നുള്ള പേയ്മെൻറ്റുകളും ട്രാൻസാക്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ നടത്താൻ സാധിക്കും. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പാറ്റേൺ ഇവിടെ ചോദിക്കും. അത് എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ഓപ്പൺ ആകുകയുള്ളൂ. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചോദിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് പേ ഫോൺ നമ്പർ എന്നാണ്. അവിടെ നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇപ്പോൾ മറ്റൊരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ടാകും. ഇതിലൂടെ നമുക്ക് ഫോൺ നമ്പറിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏത് നമ്പറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ പേയ്മെൻറ്റ് ചെയ്യാനും ഗൂഗിൾ പേ തുറക്കാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മൂന്നാമതും പ്രസ് ചെയ്തിട്ട് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ എടുക്കുകയാണ്. മൊബൈൽ റീചാർജ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അവിടെ ലോങ് പ്രസ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു ഐക്കണും കൂടി ഇവിടെ വന്നിട്ടുണ്ടാകും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഏത് നമ്പറിലാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ സാധിക്കും. ഇനി നാലാമതായിട്ട് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് ബാങ്ക് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനാണ്. നമുക്ക് മറ്റേതെങ്കിലും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അവിടെ ലോങ് പ്രസ് ചെയ്യുക. അതിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും. ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന ഭാഗത്ത് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. IFSC കോഡ് ഇവിടെ താഴെ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് എമൗണ്ടുകൾ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 4 ഐക്കണുകളാണ് നമുക്ക് ഗൂഗിൾ പേയുടെ പുറത്ത് ഹോം സ്ക്രീനിൽ ഇങ്ങനെ കൊണ്ടുവെക്കാൻ, ഷോർട്ട് കട്ടായിട്ട് കൊണ്ടുവെക്കാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വെക്കുക. ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഗൂഗിൾ പേ തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ ഇവിടെ പുറത്ത് ഹോം സ്ക്രീനിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പല അത്യാവശ്യ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫോൺ പേയുടെ കാര്യം നോക്കാം. അവിടെയും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 4 ഓപ്ഷൻസുകൾ, ഗൂഗിൾ പേയുടെ പോലെ തന്നെ 4 ഓപ്ഷൻസുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതും നമുക്കിങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഹോം സ്ക്രീനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഫോൺ പേയുടെ കാര്യങ്ങളും നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഫോൺ പേയിലും ഗൂഗിൾ പേയിലും ഒരേപോലെ തന്നെയാണ് ഇതുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ റിമൂവ് ചെയ്യുകയും ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല അത്യാവശ്യ ഘട്ടങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇങ്ങനെ ഓപ്പണിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടൊക്കെ പേയ്മെൻറ്റ് ചെയ്തൂടെ എന്ന്. പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കോഡ് കൂടി എൻ്റർ ചെയ്യണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു എളുപ്പത്തിന് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.